അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഒരു മികച്ച ഭരണത്തിന് ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ല, എനിക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടോ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയോടോ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയോടോ ആരോടും 1% പോലും വിരോധമില്ല എന്ന് മാത്രം. പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ഇവരോടൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സ്നേഹവും വലിയ അടുപ്പവുമാണ്. ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? ഞാൻ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനെ അതിശക്തമായി വിമർശിക്കുന്ന സമയത്തും ഞാൻ പറയുന്നൊരു കാര്യമായിരുന്നു, പിണറായി വിജയനെ ഞാൻ വിമർശിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനോപകാരപ്രദമല്ലാതെ പോകുന്ന നിമിഷങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്ന രോഷങ്ങളെ ഞാൻ എന്റെ ശബ്ദത്തിലൂടെ അറിയിക്കുകയാണ് ചെയ്തത്. നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. ആ രോഷങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ മികച്ച രീതിയിലുള്ള ഭരണം നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പ്രകാരം ചില വിമർശനങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദയവ് ചെയ്ത് പ്രിയപ്പെട്ട കോൺഗ്രസിലെ എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. പിണറായി വിജയൻ ഓർ വി ഡി സതീശൻ, രണ്ടുപേർക്കും 2 തരം ക്വാളിറ്റികളുള്ള ആൾക്കാരാണ്. രണ്ടുപേരും നല്ല നേതാക്കന്മാരാണ്. ഈ രണ്ടുപേരെ കാട്ടി ഉഗ്ര നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ, സാബു ജേക്കബ്, ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിന്റെയോ ഇവരുടെയൊക്കെ ചിന്തകളുടെയോ 7 അയലത്തിൽ രണ്ടുപേർക്കും എത്താൻ പറ്റത്തില്ല. അധികാരത്തിലിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ഗുണപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. നല്ല കട്ടിയാണല്ലേ. ഞാൻ പലപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനുമായിട്ടും മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുമായിട്ടും ഒക്കെ നിരവധി വിഷയങ്ങൾ പലപ്പോഴും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ചിലതൊക്കെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ ഞാൻ അതേപടി അറിയിക്കുകയായിരുന്നു. ചിലതൊക്കെ എന്റെ ചിന്തകളും എന്റെ കാഴ്ചപ്പാടുകളും ഞാൻ അറിയിക്കുകയായിരുന്നു. നീയൊന്ന് ചുമ്മാ വീമ്പിളക്കാതെ. അത്തരത്തിൽ എന്റെ ചിന്തകളിൽപ്പെട്ട ഒന്നായിരുന്നു സത്യത്തിൽ ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഈ നിർദ്ദേശം ഇത് ജൻസി കുട്ടികളെ ആകർഷിക്കും എന്നുള്ള ചിന്തയിൽ ഞാൻ ഈ നിർദ്ദേശം പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയുമായിട്ട് പറയുകയും സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി ഡി സതീശനെ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ടീം നടത്തിയ പ്രവർത്തനങ്ങളിൽ ഇതിനു മുൻപ് ഞാനും ഭാഗമായിരുന്നു. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഈ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തതാണ് എന്നുള്ള കാര്യം എന്നോട് ആദ്യം പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അയാൾ എന്ത് വേണോ വിളിച്ച് പറഞ്ഞോട്ടെ, അത്യാവശ്യം വിഷയങ്ങളിൽ ഇതുപോലെ എന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഞാൻ ഇനിയും ഇവിടെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നാ പിന്നെ പേടിക്കണ്ട.